ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, ജീവമന്ന, ബ്രെഡ് ഓഫ് ലൈഫ്. ദൈവം എങ്ങനെയാണ് സ്വർഗീയ പിതാവിനെ നമ്മൾ മഹത്വപ്പെടുത്തുന്നത്? എങ്ങനെയാണ് വിശദീകരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ നാമം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങളത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥമാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം, നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം അല്ലെങ്കിൽ വീട്. മൈ ബോഡി ഈസ് യുവർ ഹോം, ഗോഡ് യു ആർ ഡ്വെല്ലിങ് ഇൻ മീ എന്ന് എന്നും നിങ്ങളെ തന്നെ ഓർപ്പിക്കണം. എന്നും ഓരോ അവയവം വിശുദ്ധീകരിക്കപ്പെടും. എന്നും ഓരോ അവയവം വിശുദ്ധിയിലേക്ക് വളരുവാൻ നിങ്ങൾ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഈ വചനവും നിങ്ങൾക്ക് ഒത്തിരി സഹായിക്കും. അതുകൊണ്ട് ഇത് കേൾക്കുക, മറ്റുള്ളവരെ അറിയിക്കുക, ഫോർവേഡ് ചെയ്യുക. എത്ര പേരെ അറിയിക്കാമോ അതുപോലെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ സ്വർഗീയ പിതാവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തിയാണ്. സ്വർഗീയ പിതാവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. യേശുവിൻ്റെ നാമമാണ് എല്ലാ നാമത്തിലും മേലായ നാമം. യേശുവിൻ്റെ നാമം, ദ നെയിം അബവ് ഓൾ നെയിം. അപ്പോൾ ആ നാമം നമ്മൾ മഹത്വപ്പെടുത്തണം. യേശുവിനെ തള്ളി പറയരുത്, യേശുവിനെ ഉയർത്തണം. എവിടെ ചെന്നാലും ഐ വിൽ സ്റ്റാൻഡ് ഫോർ ജീസസ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ജീസസിൻ്റെ നെയിമാണ് നിങ്ങൾ ഉയർത്തേണ്ടത്. ആമേൻ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടു, ഇന്നലെ കാലുകൾ കൊണ്ട് നമ്മളെങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ആദ്യമേ കാലുകൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടൽ പ്രാപിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നന്മ പ്രവൃത്തി കാലുകൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഇന്ന് ന്യൂ ലിപ്സ്, നമ്മുടെ നല്ലൊരു അധരം ദൈവം തന്നിട്ടില്ലേ? എത്ര പേർക്കുണ്ട് ബ്യൂട്ടിഫുൾ ലിപ്സ്? അപ്പോൾ ലേഡീസൊക്കെ ഇങ്ങനെ ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടേണ്ട ആവശ്യമില്ല. ദൈവം ഓൾറെഡി കേർവ്ഡ് യുവർ ലിപ്സ് വെരി നൈസ്ലി, അല്ലേ? നല്ല മനോഹരമായിട്ട്. ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു എൻ്റെ ലിപ്സ് ഒത്തിരി തിൻ ലിപ്സ് ആണല്ലോ. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം എൻ്റെ ഭർത്താവ് പറയാണ്, നമ്മുടെ ചുണ്ടൊന്ന് വെച്ച് മാറാമെന്നങ്ങനെ. മീൻസ് എൻ്റെ ലിപ്സ് ചെറുതാണ്, പക്ഷേ ദൈവം എനിക്ക് പറ്റിയ ലിപ്സാണ്, എൻ്റെ മുഖത്തിന് പറ്റിയതാണ് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും കമ്പയർ ചെയ്യേണ്ട. എൻ്റെ കണ്ണ്, എൻ്റെ ലിപ്സ്, എൻ്റെ മൂക്കൊക്കെ ഐശ്വര്യ റോയ് പോലെ അല്ലെങ്കിൽ ആ സിനിമാ നടൻ പോലെ ആകണമേ എന്ന് നമ്മളൊരിക്കലും ആഗ്രഹിക്കേണ്ട. ദൈവം നമ്മളെ മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം നമുക്ക് ഗിവൺ അപ്രോപ്രിയേറ്റ് ആൻഡ് കറക്റ്റ് അവയവങ്ങളൊക്കെ തന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ കംപ്ലയിൻറ്റ് പറയാതെ ഉള്ളത് എല്ലാം വെച്ച് ദൈവത്തെ സ്തുതിക്കുക. ഏത് കളറാണോ, ഏത് ലോങ് ആണോ, ഷോർട്ടാണോ, മനോഹരമാണോ, വലുതാണോ, തിക്കാണോ, തടിച്ച ചുണ്ടാണോ, തിൻ ലിപ്സാണോ, എന്നൊക്കെയാണേലും നിൻ്റെ മുഖത്തിന് ചേരുന്നതാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ആമേൻ. So Psalm 34 verse 1 says, I will bless the Lord at all times, his praise shall continually on my lips എന്ന്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ അധരത്തിന്മേലുണ്ടാകും, എൻ്റെ നാവിന്മേലും ഉണ്ടാകും. ആമേൻ. അങ്ങനെ എല്ലാവരും ഒന്ന് പറഞ്ഞ്, ദാവീദ് പറയുന്നതാണ്, ഞാൻ എപ്പോഴും കർത്താവിനെ സ്തുതിക്കുമെന്ന്. എൻ്റെ ചുണ്ടിലെപ്പോഴും ദൈവത്തിൻ്റെ സ്തുതി, എൻ്റെ അധരത്തിലും എൻ്റെ നാവിലും വായിലും എപ്പോഴും അവൻ്റെ സ്തുതി ഉണ്ടാകുമെന്ന്. ആമേൻ. ഒരു ദിവസം ഈ യശയ എന്ന പ്രവാചകന് ഒരു ദർശനം കണ്ടു. യശയ ചാപ്റ്റർ 6 verse 1 to 7 വായിക്കുമ്പോൾ, 6 അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ആ വിഷൻ കണ്ടത് എന്നതാണ്? ഓ ഹോളി 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 എന്നും പറഞ്ഞുകൊണ്ട് സാറാപ്പുകൾ ദൈവത്തെ ആരാധിക്കുന്നതാണ്. 2 ചിറക് കൊണ്ട് അവർ മുഖം മൂടി, 2 ചിറക് കൊണ്ട് പറന്നു, 2 ചിറക് കൊണ്ട് പാദങ്ങൾ മൂടി, ഇങ്ങനെ 6 ചിറകുകളുണ്ട്. അങ്ങനെ മൂടിയിട്ട് ദൈവത്തെ നോക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ അത്രയ്ക്ക് ശോഭയുള്ള, സൂര്യനേക്കാൾ തേജസ്സായ കാരണം ആ ദൈവത്തെ അവർക്ക് നോക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് മുഖമൊക്കെ മൂടിയിട്ട് ഒരുത്തിനോട് പറയുകയാണ്, വാവ് ഹീസ് ഹോളി, വാവ് ഹീസ് ഹോളി, ഹോളി ഹോളി, പരിശുദ്ധനാണ് പരിശുദ്ധനാണ് പരിശുദ്ധനാണ്. ഇങ്ങനെയാണ് സ്വർഗത്തിൽ നടക്കുന്നത്. നമ്മൾ ആരാധിക്കുമ്പോൾ അവിടെ ഇവിടെ പല വിചാരം കൂടി അല്ല, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈ സ്വർഗസ്ഥനായ ദൈവത്തെ കാണണം. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ കോടാനുകോടി ദൂതന്മാർ ആരാധിക്കുന്ന ആ ദൈവത്തെ കാണണം. റെവലേഷൻ ചാപ്റ്റർ 4 and 5 വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. അവരൊക്കെ 24 എൽഡേഴ്സ്, 24 മൂപ്പന്മാർ, അവർ കമന്ന് വീണ് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവർ ബ്ലെസ്സിങ് ആൻഡ് ഓണർ ആൻഡ് ഗ്ലോറി ആൻഡ് പവർ ആൻഡ് മാജസ്റ്റി ബിലോങ് ടു ദ വൺ ഹു സിറ്റ് ഓൺ ദ ത്രോൺ ആൻഡ് ടു ദ ലാംബ് ഫോർ എവർ ആൻഡ് എവർ എന്ന് പറയുന്നു. ആ ദൈവത്തിന് മാത്രമേ ഉള്ളൂ എല്ലാ
പുകഴ്ചയും എല്ലാ മാനവും എല്ലാം അധികാരവും എല്ലാം കൊടുക്കാൻ ആ ദൈവത്തിന് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. ആ ദൈവം മാത്രമാണ് അതിന് അർഹിക്കുന്നവൻ. ഹു ഈസ് ഗോഡ്? ഹു ഈസ് ദിസ് ഗോഡ്? ഈസ് ഹോളി, അബ്സല്യൂട്ട്ലി എ ഹോളി ഗോഡ്. നിങ്ങൾ പഠിക്കുന്ന യു ഷുഡ് നോട്ട് സെർവ് എൻ അൺനോൺ ഗോഡ്, യു ഷുഡ് സെർവ് എ ലിവിങ് ഗോഡ്, യു ഷുഡ് സെർവ് ദ റിയൽ ഗോഡ്, ട്രൂ ഗോഡ്. ആ ട്രൂ ഗോഡിനെയാണ് ഗോഡ് ഓഫ് ദ ബൈബിൾ ഐ എം ഇൻട്രൊഡ്യൂസിങ് ടു യു. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, ആ ദൈവത്തെയാണ് പൂജിക്കേണ്ടത്. ആ ദൈവത്തിൻ്റെ സൃഷ്ടിയൊന്നും ആരും പൂജിക്കാൻ പാടില്ല. ആരും ആരാധിച്ചാൽ ദൈവം ഈസ് എ ജലസ് ഗോഡ്, ദൈവം പണിഷ് ചെയ്യും അങ്ങനെ ആരെങ്കിലും ആരാധിച്ചാൽ. അപ്പോൾ നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ യെശയ്യാ ഈ ദർശനം കണ്ടപ്പോൾ പുള്ളി അങ്ങോട്ട് കമന്ന് വീണ് സാഷ്ടാംഗം വീണ് വെച്ച് പറയാണ്, വോ ഈസ് മീ, എനിക്ക് അയ്യോ കഷ്ടം, ബിക്കോസ് ഐ ആം മാൻ ഓഫ് അൺക്ലീൻ ലിപ്സ് എന്ന്. ഐ ഡ്വെൽ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അൺക്ലീൻ പീപ്പിൾ വിത്ത് അൺക്ലീൻ ലിപ്സ് എന്ന് വേഴ്സ് 5. അപ്പോൾ പറയുകയാണ്, എനിക്കെന്തോ കഷ്ടം, അയ്യോ ഞാൻ ഈ ദർശനം കണ്ടോ, ഞാൻ വസിക്കുന്നത് എന്നാ ഈ അശുദ്ധ ലിപ്സുകൾ, അശുദ്ധ അധരങ്ങളുള്ള മനുഷ്യൻ്റെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ അധരങ്ങളും അശുദ്ധമാണ് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞപ്പോഴെന്താ ചെയ്തേ? ഒരു ഏഞ്ചൽ, ഒരു സെറാഫിം അവിടുന്ന് വന്ന് ഒരു തീക്കനൽ എടുത്തു കൊണ്ടുവന്ന് ആ അധരത്തെ തൊട്ടിട്ട് അത് വിശുദ്ധമാക്കി. തീക്കനൽ ഒന്നോർത്ത് നോക്കിക്കേ. എന്നിട്ട് ഇപ്പോൾ തീക്കനൽ, ഇപ്പോൾ ഞാൻ പറയുന്നത് യേശുവിൻ്റെ രക്തം ആ തീക്കനലേക്കാളും പവർഫുള്ളാണ്. അപ്പോൾ നമ്മുടെ അധരങ്ങൾ ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഒരു തുള്ളി അങ്ങോട്ട് വിശ്വാസത്താൽ ഏറ്റെടുത്തി. അപ്പോൾ അധരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. വായ്, നാവ്, നമ്മുടെ കണ്ണ്, നമ്മുടെ കാതുകൾ, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, കൈകൾ, കാലുകൾ എല്ലാം വിശുദ്ധീകരിക്കപ്പെടും. അത്രയ്ക്ക് പവർഫുൾ സാനിറ്റൈസർ, പവർഫുൾ ഡിറ്റർജൻറ്റ്, സ്ട്രോങ്ങസ്റ്റ് പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. തീക്കനലിനെക്കാട്ടിലും വലിയ പവറുള്ളതാണ് യേശുവിൻ്റെ രക്തം. ആ രക്തത്താൽ ദൈവം എല്ലാവരെയും ശുദ്ധീകരിച്ച് വിശുദ്ധ ആദരങ്ങൾ തരട്ടെ. സോ നൗ യു ഹാവ് എ ന്യൂ ലിപ്സ് ടു പ്രൈസ് ഹിം, ന്യൂ ലിപ്സ് ടു താങ്ക് ഹിം, ന്യൂ ലിപ്സ് ടു സിങ് ഫോർ ഹിം, ന്യൂ ലിപ്സ് ടു ടെസ്റ്റിഫൈ ഹിം, ന്യൂ ലിപ്സ് ടു പ്രൊക്ലെയിം ഹിസ് ഗുഡ്നെസ്. അവനെ സ്തുതിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും അവനെ നന്ദി പറയുവാനും അവൻ്റെ നന്മകൾ എല്ലാവരെയും അറിയിക്കുവാനും വേണ്ടി ദൈവം എല്ലാവർക്കും പുതിയ അധരങ്ങൾ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിശുദ്ധ അധരങ്ങളാൽ സ്വർഗീയ പിതാവിനെ വിശുദ്ധീകരിക്കപ്പെടണം, മഹത്വപ്പെടുത്തണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.